வணக்கம் மக்களே! வெல்கம் டூ தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா ஸ்வாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாரும் பார்ட் 1 அண்ட் 2 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் குடுத்துருக்கேன், போய் பாருங்க. இப்ப நம்ம பார்ட் 3 க்குள்ள போயிரலாம். ஹேங் அவுட்ல இப்படிதான்பா, கல்யாணம் ஆக போற பையன் தொலைஞ்சு போயிருவான். அவன தேடுவாய்ங்க படம் ஃபுல்லா. இது மாரி பேச்சுலர் பார்ட்டி தான் வந்திருப்பாங்க. നമുക്ക് ഇനി അവളോട് எனக்கும் இப்பதான் தோணுது. ഒന്നും വേണ്ട. അവളൊരു നല്ല ഫ്രണ്ടാ. അപ്പുകുട്ടാ, നീ എന്താടാ ആലോചിക്കുന്നത്? ഞാനങ്ങ് ബോംബെയില് വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു. അവളും കുട്ടികളും അവിടെ ഒറ്റയ്ക്ക. ഈ കുടുംബവും കുട്ടികളും എന്നൊക്കെ പറയുന്നത് വലിയ സംഭവ അല്ലേടാ? പിന്നെ 3-4 ദിവസം അവരെ വിട്ടു നിന്നപ്പോ എന്തൊരാശ്വാസം. പോടാ. കുടുംബം എന്നൊക്കെ പറയുന്ന ഒരു സുഖ. കുടുംബത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യ. എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് 2 കുടുംബം വരെ ആകാമെന്ന്. നിർത്തടാ, കുറെ നേരമല്ല നീയൊക്കെ കുടുംബം വെച്ച് കളിക്കുന്നത്. നീയൊക്കെ എന്താണ് കെട്ടാൻ പോന്ന? അയ്യേ, അവളാ അല്ല ജസീന്ത, നമ്മുടെ തോമസ് കുട്ടിയുടെ. എന്താ വേണം, എടുക്കണോ? അങ്ങോട്ട് കട്ടിയടാ. നിക്ക് കട്ടിയില്ല. ഇവക്ക് വിളി അല്പം കൂടുതലാ. ഞാൻ ഇന്ന് നിർത്തിച്ചു തരാം. ഹലോ, ഞാനാ മോളു, തോമസ് കുട്ടി. വേണ്ട, ഇന്നൊന്ന് വിളിച്ചൂടിയില്ല. അയ്യോ മോളെ, വിളിക്കാത്തതല്ല വിളിപ്പിക്കാത്തതാ. ആര്? അവന്മാര്, എന്റെ കൂട്ടുകാര്, ദുഷ്ടന്മാരാ. ഇനി വിളിച്ച കൊന്നുകളെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവന്മാര് പറഞ്ഞവരെ ചെയ്യുന്നവരാ. ചോര കണ്ട് അറപ്പ് മാറിയവരാ. ചുമ്മാ കത്തി. അയ്യോ അയ്യോ വെക്കടാ തോമസ് കുട്ടി ഫോൺ. നിന്നെ ഞാൻ കൊല്ലൂടാ. ഹലോ ഹലോ, നിർത്താ പറഞ്ഞ കത്തിയടാ. റൈറ്റ് ഇൻടു ഇറ്റ്. ഇനി നീ അവളെ വിളിച്ച കൊല്ലു. നിന്നെ ഞാൻ കൊല്ലൂടാ പട്ടി. നിന്നോടല്ലടാ ഫോൺ വെക്കാൻ പറഞ്ഞ. വെക്കടാ ഫോൺ. മോളെ, അയ്യോ എന്നെ കൊല്ലുന്നേ. ശ്വാസം പോയി. இப்ப அவர் வந்து எங்கன்னு கேட்டா என்ன சொல்லுவாங்க? செத்து போயிட்டாரு, இவங்க தான் கொண்டாங்கன்றவாங்க. அவரு காமெடிக்கு ஒரு அளவு അങ്ങനെ வேணும். അവൻ മാത്രം സൂഹിക്കണ്ട. കണ്ടോ, ഇനി ജന്മത്തവൾ അവനെ വിളിക്കില്ല. Knew it. எனக்கு தோணுச்சு. ഹലോ, ഞാനാ ക്രിസ്റ്റീന. ഓ. ക്രിസ്റ്റീന ഹോനായി. ஹோனாய் நினைச்சேன்டா. சொன்னேன்ல. இக்கடா ஹோனாய் ஃபேமிலி யாரும் இல்லையா, முடிஞ்சு போச்சான்னு நினைச்சேன். ஏன்னா அந்த கலர் பாடி லாங்குவேஜ் தோணுச்சுடா. ആരാ രാവിലെ? ഇത് എന്നെ വീട് നമ്പർ 4. ആരാ? ഞാൻ തോമസ് കുട്ടിയുടെ ഒരു അങ്കിളാ, ജോർജ് കുട്ടി. ഞാൻ അവന്റെ വലിയപ്പൻ. അപ്പൻ എന്തെങ്കിലും ഒന്ന് പറ. അപ്പച്ചനാ വല്യപ്പനാ? അപ്പച്ചൻ എന്ന് പറഞ്ഞ എന്റെ പേരാണോ? അവന്റെ വലിയപ്പൻ. மச்சான் பேரு. എന്നേ പറയൂ. അകത്തോട്ടിരിക്കാം. ഇല്ല, കുറച്ച് ധൃതിയുണ്ട്. അവനെവിടെ? ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. അയ്യോ, അവനങ്ങ് എത്തിയില്ലേ? ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് പോയാന്നല്ലോ. അതെങ്ങനെ? ഇന്നലെ രാത്രിയിൽ അവള് ജസീന്ത വിളിച്ച് സംസാരിച്ചെന്ന് പറഞ്ഞു 11 മണിക്ക്. അപ്പൊ അവൻ ഇവിടെയാണെന്നാണല്ലോ തോമസ് കുട്ടി അവളോട് പറഞ്ഞത്. போச்சு. ശരിയാടാ, ഇന്ന് കാലത്താണ് പോയത്. രാവിലെ ഇന്നലെ നിങ്ങൾ അവനുമായിട്ട് വഴക്ക് വല്ലതും ഉണ്ടായോ? ഒച്ചയും ബഹളവും ഫോണിൽ കൂടെ കേട്ടുവെന്നോ? പിന്നെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ആ കൊച്ച് ഒരേ കരച്ചിലും ബഹളമാണത്രേ. മടത്തിന്ന് വിളിച്ചിരുന്നു. എന്താ ഉണ്ടായത്? ഒന്നുമില്ല, ഞങ്ങള് വെറുതെ തമാശക്ക് ഇങ്ങനെ. എന്താ ഒരു പരിങ്ങലേ? மச்சான். കുഴപ്പവും കുന്ത്രാണ്ടവും ഒരുപാട് ഉണ്ടാക്കിയത് അവൻ. ഇനിയിപ്പൊ നിങ്ങളും കൂടി ഓരോന്ന്. അയ്യേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? അതാ പേടി. വീട്ടിൽ പോകാതെ പിന്നെ ഇവൻ എവിടെ പോയി? എവിടെ പോവാൻ? അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. ഈടെ ഇന്നലെ മുതൽ എനിക്ക് എന്തോ ഉള്ളിലൊരു. അത് ദഹനക്കേടിന്റെ ആയിരിക്കും. ആവശ്യമില്ലാതെ ഉള്ള പോർക്കും ബീഫും ഒക്കെ വലിച്ചു കയറ്റുമ്പോ ആലോചിക്കണം. ഈടാ അതല്ല, എന്തോ ഒരു ഉൾഭയം പോലെ. വീട്ടിലും ചെന്നില്ലെങ്കിൽ ഇവൻ ഇത് എവിടെ പോയി? ഏതായാലും നമുക്ക് പോയി അന്വേഷിക്കാം. അയ്യോ, ഞാനില്ല. എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ ഒന്ന് പോകണം. ഇന്നലെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നിരുന്നു. നീ ഇന്നലെ മൊബൈൽ എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ? ഇല്ല, പക്ഷെ ബൂത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു ഇന്ന് അങ്ങോട്ട് ഒന്ന് ചെല്ലാൻ. അതാ ഞാനൊന്ന് റെഡി ആവട്ടെ. எஸ்கேப் ஆக போகிறாரா? എന്താടാ ഇവനൊരു പന്തികേട് പോലെ? ഈ തോമസ് കുട്ടി എവിടെ പോയി? ഇനി അവൻ എന്തെങ്കിലും. എന്താടാ? லிசார்ட். ஓகே, இது நடக்கலாம். ആരാ ഇതുകൊണ്ട് തന്നത്? വീട്ടിലെ ലെറ്റർ ബോക്സിൽ കിടന്നിരുന്നതാ. ആരായിരിക്കും? എന്തെങ്കിലും സൂചനയുണ്ടോ? അത് അവൻ കുറച്ചു കാലം മംഗലാപുരത്തായിരുന്നു. അവിടെ വെച്ച് ചില്ലറ ചൂതുകളിയൊക്കെ ആയിട്ട് കുറച്ച് കടവുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരിൽ ചിലരൊക്കെ അവന്റെ പിന്നാലെയുണ്ട്. ഇനി അവരാരെങ്കിലും. ഇതൊന്നും അല്ലെന്നേ, ഇത് അവന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു നടക്കുന്ന അവന്മാരുടെ പണിയാ. അവന്മാരുടെ ദൃക്സാക്ഷി കണ്ടാലറിയാം കള്ളന്മാരാണെന്നേ. ഇപ്പൊ എന്താ വേണ്ടേ? ഒരു ചായ കിട്ടിയ കുടിക്കായിരുന്നു. ഗോവിന്ദൻകുട്ടി സാർ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ശരി. എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ കുട്ടികൾ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എനിക്ക് കുട്ടികളില്ല. വൈ? ഞാൻ മാരീഡ് അല്ല. അതൊരു റീസൺ അല്ല. ആസ് പെർ മാരേജ് നീ അവര് കല്യാണം കഴിച്ചതാണോ? ഓടിക്കുന്ന ആളല്ലേ ആദ്യം കേറേണ്ടത്? എന്റെ ഭാര്യയല്ല.
വാ 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 വന്ന് വണ്ടി കയറ്. എന്താ പ്രശ്നം? ഞാൻ ചോദിക്കാം മഹാദേവ, അടിസ്ഥാനപരമായിട്ട് എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ പിന്നെ പറയാം. പോന്ന് കയറ്. നീ വിഷമിക്കണ്ട മഹാദേവ, 24 മണിക്കൂറിനകം പുഷ്പം പോലെ നിന്നെ ഞാൻ ഇറക്കി. വണ്ടി കയറണം. അല്ല, ഞാൻ- ഒന്നേ ഉള്ള പുഷ്പം പോലെ പറയാം. കേറടാ. കേറുവാ കേറുവാ. അതെ സാറേ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഐ എം ഡോക്ടർ അപ്പുക്കുട്ടൻ. വണ്ടി കയറാം. അങ്ങോട്ട് ഫ്രണ്ടിക്ക്. ഞങ്ങൾക്ക് അറിയില്ല സാർ, സത്യമായിട്ടില്ല. അവനെ നിങ്ങൾ എവിടെയാണ്? അവൻ ഇന്നലെ വൈകിട്ട് ഇന്നലെ പോയതാ. വൈകിട്ട് പോയവൻ എങ്ങനെയാണ് രാത്രി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത്? അയ്യോ, അത് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി അങ്ങനെ ഒരുത്തും കൂടെ ഉണ്ടല്ലോ. അവനെവിടാ? ഗോവിന്ദൻകുട്ടി ഗോവിന്ദൻകുട്ടി ബോംബെ പോയി. ബോംബെ പോയാൽ ഇങ്ങോട്ട് വരട്ടാ. അതുവരെ നീക്ക് ഇവിടെ നിൽക്ക്. ശരിയാക്കി തരാൻ ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി മേടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മളും ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്തേ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് സമ്മതിക്കാൻ എന്താ എത്ര താമസം? ഇവിടെ തന്നെ വരാനല്ലേ ഇവള് പറഞ്ഞത്? ഓ തനിയെ അടുത്ത വെളുത്തൊക്കെ പോறாங்க. മയേ, എത്ര നേരമായി ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നെന്ന് അറിയാമോ? ഞാൻ വന്നല്ലോ. എവിടെ? നൈസ് ഷർട്ട് ഇല്ല? തന്നെ ചുമ്മാ ഞാൻ കാണുന്നില്ലല്ലോ. ஃபர்ஸ்ட் பார்ட்லயுமே ஒரு Dress நல்லா இருக்கும். കാണില്ല. മനസ്സ് കൊണ്ട് നോക്ക്. ഏ? ഒന്ന് കണ്ണടച്ചേ. എങ്ങനെ? ഒന്ന് കണ്ണടക്കുന്നേ. ഓക്കെ, അടച്ചു. അങ്ങനെ കണ്ണടച്ചോണ്ട് തന്നെ മുന്നോട്ട് നടന്നേ. അയ്യോ, കണ്ണടക്കേ. ഓക്കെ. ഇനി നടന്നേ. கிட்ட வீதி கிட்ட. ഒത്തിരി നേരമായോ? പിന്നെ ഇന്ന് നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കള്ളം. സത്യം സത്യം പറഞ്ഞ വിശന്നിട്ട് വയറ് കരിയ. പോയി വല്ലതും കഴിക്കും മോനെ. അയ്യേ. ഏയ് കണ്ണടക്കേ. ഓക്കെ. നടക്ക. ചിരിക്കുക. പേടിക്കണ്ട, എന്റെ കാറ. കയറിക്കോ. ആ കണ്ണു തുറക്കല്ലേ. ആ കയറിക്കോ. ആ ഇനി കണ്ണു തുറന്നോട്ടെ, കാണാൻ കൊതിയായിട്ടാ. സോറി, വണ്ടി മാറിപ്പോയതാ. ஒத்தட வண்டி தான்டா ஏறா. வில்லியா அதுல வைங்க. ഊതടാ. 4 വിലയിലും കാറ്റൂതി നിറക്കടാ. ഊതടാ കാറ്റ്. ഊതിക്കൊണ്ടിരിക്കുവല്ലേ? 19 വർഷം കழிച്ച് മറുപടിയുമോ? ഒരു ചെറിയ സംശയമുണ്ട്. ഊതടാ. ഊതടാ. ഇത് പുള്ള പൊളസടിക്കുത്. ഇതിന്റെ വാൽ ട്യൂബിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഞാൻ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ. ഞാനിവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതാ. എടോ ഇത് ചില്ലറ കേസല്ല, മാൻ മിസ്സിംഗാ. അറിയാം സാർ, ആന്റിസിപ്പേറ്ററി ബെയിൽ എടുത്തിട്ടുണ്ട്. ഓ ആന്റിസിപ്പേറ്ററിയാ? അപ്പൊ എല്ലാരും കൂടെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള കളിയാണല്ലേ? ശരി ശരി. கிட்னாப்பிங்க்கு ஆன்டிசிபேட்டரி எடுத்து வச்சிருக்காங்கன்னா அப்புறம் ஆன்டிசிபேட் பண்ணிருக்காங்களா அதெல்லாம்? 24 മണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ இவங்க எடுத்த மாதிரியே தெரியலையே. அதான் வேற யாரோ எடுத்து வச்சிருக்காங்க. ஐயோ. സാറേ, ആരാ ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയത്? ആ കാശ് വന്ന് ജാമ്യം എടുത്തു. ദാറ്റ്സ് ഓൾ. ആ വണ്ടി വിട്. அதான் அவங்கதான் ஹோனாய் தான். ഉണ്ട്. கிறிஸ்டினா ஹோனாய். ഗോവിന്ദൻകുട്ടിയുടെ ഫോൺ அந்த பணத்துக்காக பண்றாங்களா இல்ல பழி வாங்குறதுக்காக பண்றாங்களான்னு பார்க்கணும். ഹലോ ഹലോ, കട്ടായി. ആ ഗോവിന്ദൻകുട്ടി ആയിരിക്കും. ആ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിക്കാം. മിസ്ഡ് കോൾ അടിച്ചാൽ മതി, കാശ് ലാഭിക്കാം. പോടാ. നീ ആ അപ്പൊ ഇതൊരു പ്രശ്നമല്ലേ? ഒന്നുകൂടെ അന്വേഷിക്കും. ആരാ ഇത് ഫോൺ ചെയ്ത് പറഞ്ഞത്? ഒരു അനോണിമസ് കോളായിരുന്നു സാർ. നിങ്ങളുടെ MD ഗോവിന്ദൻകുട്ടി സാർ അപകടത്തിലാണ്, അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ തന്നെയാണ് അപകടപ്പെടുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഫോൺ കട്ടായി. ഇന്ന് സംശയകരമായിട്ട് എന്തെങ്കിലും പരിചയമില്ലാത്ത ആരുടെയെങ്കിലും ഫോൺ കോളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ. പിന്നെ ഗോവിന്ദൻകുട്ടി സാറിന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് 2 പേര് വന്നിരുന്നു അല്ലേ? അതെ, അതിലൊരാൾക്കൊരു ക്രിമിനൽ ലുക്ക് ഉണ്ട് സാർ. ഹലോ ഹലോ സാർ, ഞാൻ കോൺസ്റ്റബിൾ രാജന. സാർ ഇപ്പോൾ ഉണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട് ഗോവിന്ദൻകുട്ടിയുടെ ഓഫീസിന് മുന്നിലുണ്ട്. എന്താ? അയ്യോ സാർ, അകത്തേക്ക് വരല്ലേ. സാറിന്റെ കൂട്ടുകാരൻ ഗോവിന്ദൻകുട്ടി ആരോ അപകടപ്പെടുത്തിയെന്നോ? അത് നിങ്ങളാണെന്നോ? അപകടപ്പെടുത്തിയെന്നോ? അവൻ എന്ത് പറ്റി? ചെറിയ സാറിനാണെങ്കിൽ നിങ്ങളോട് നല്ല കരിപ്പുണ്ട്. കൈ കിട്ടിയ പ്രശ്നമാണേ. അപ്പുകുട്ടാ, മാനേജർ അല്ലേ? புகுட்ட சோலி பிடிச்சு. ഒന്ന് പറയാമോ? ഒരു അത്യാവശ്യ കാര്യമുണ്ട്. സർ പ്ലീസ്, ലെഫ്റ്റ് സൈഡ് കോൺഫറൻസ് ഹാളിൽ. താങ്ക് യു. അയാളെ ഇനി കണ്ട ഐഡന്റിഫൈ ചെയ്യോ? യെസ് സർ. நெட்ட தரக போறாரு. ഗുഡ് ഈവനിങ് സർ. യെസ്, ഗുഡ് ഈവനിങ്. അപ്പുകുട്ടാ, വാ. സർ, ഇയാളാ? ഉറപ്പാ, വിട്ടേക്കാം. വിട്ടോ. വിടരുതവന്മാരെ, പിടിയിടോ. നിക്കണം. എന്താടാ പ്രശ്നം? നീ ഓട്. ഓടിയാ തീരുന്ന പ്രശ്നമാണോ? അയ്യോ, നീ ഒന്ന് വാ. സ്റ്റാർട്ട് ആവുന്നില്ല. അയ്യോ അയ്യോ, അവരെത്തി. നീ സ്റ്റാർട്ട് ചെയ്തിട്ട് വാ. അയ്യോ, ഇവനിത് എവിടെ പോയി? അപ്പുകുട്ടാ, അപ്പുകുട്ടാ. புகுட்டா காலி எடுத்து அடுத்த புகுட்டா தான். ஆமா. இது அந்த ஃபர்ஸ்ட் பார்ட்ல இது மாதிரியே ஒரு சீன் இருக்கும்பா. இதே மாதிரி ஒரு சீன் இருக்கும். அவங்க 3 பேர் வருவாங்க. பக்கத்து வீட்டு மாயா வீட்டுல போலீஸ்லாம் இருப்பாங்க. இங்க போய் மாட்டோம். அவங்க வீட்டுக்குள்ள போய் ஒளிவாங்க. அங்க போலீஸ் இருப்பாங்க. മായ, മായ, பிடிச்சிருவாருன்னு நினைக்கிறேன். മായ. நல்ல ஷார்ப் இன்டென்ஷன் தான். ஓகே. யாரும் திகம் போற மாதிரி இருந்துகிட்டு. ഹലോ ഹലോ ഫ്രണ്ട്, വേക്കപ്പ് ടൈം. വേക്കപ്പ് വേക്കപ്പ് ടൈം. சான் ஹோனாய் மாதிரி இருக்காருல ஒரு. எனக்கு திகம் போற மாதிரி இருந்தது. എന്തുറക്കമായത്? ആരൊക്കെ ഇവിടെ ഉള്ളതെന്ന് നോക്കിയേ. മാധവ, ആരാടാ ഇയാള്?
നിനക്കറിയോ? ഓ സോറി, ഐ എം റിയലി സോറി. ഞാൻ എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ല. ഐ എം ഫ്രെഡി. ഫ്രെഡി ഹോണായി. പരിചയം കാണില്ല, പക്ഷേ നിങ്ങളെയൊക്കെ എനിക്കറിയാം. മഹാദേവൻ അല്ലേ? എനിക്കറിയാം. കത്തെ ബുദ്ധിയ. സെറ്റിൽഡ് ഇൻ ദുബായ്. സുലോചന, വൺ ആൻഡ് ഓൺലി ഡോട്ടർ മിനു. റൈറ്റ്? എവർ റൊമാൻറ്റിക് ഗോവിന്ദൻ കുട്ടി. വളയ്ക്കാൻ മെടുക്കൻ. അയ്യോ, അപ്പുക്കുട്ടൻ. സോറി, ഡോക്ടർ അപ്പുക്കുട്ടൻ. ഡെന്റൽ ഡോക്ടർ, മെന്റൽ മേക്കപ്പ്. ചിരിക്കാതെ കാര്യം പറയണം. താനെന്താ ഞങ്ങളെ പൊട്ട കളിപ്പിക്കുക? ആരടാ നീ? ஓகே, இப்போ என்ன டிமாண்ட்? அதான் கேள்வி. ஜஸ்ட் ரிவெஞ்சா இல்லை எடுத்த பணத்தெல்லாம் கொடுங்க கேட்குறாங்க. തോമസൂട്ടി, വേണ്ടടാ മഹാദേവ. എന്തിനാ വെറുതെ കണ്ട തെണ്ടികളെ നടി വാങ്ങിച്ചു പിടിക്കുന്നത്? பழங்க இப்ப என்ன சொல்ல வராரு? அதான் அது புரியல. வாட் டு யூ நீட்? किसको मारा तुमने? किसको मारा? ये कौन है? गस्तिया मेरा. चले जाए से. എടുത്തോണ്ട് പോ. സോറി ഐ എം എക്സ്ട്രീംലി സോറി. എന്താ നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? പറയാം. കൂൾ ഡൗൺ. മാഫിയ സ്റ്റൈലോ? നിങ്ങൾ ഉപദ്രവിക്കാനല്ല. നിങ്ങൾ എന്റെ ഫ്രണ്ട്സാ. നിങ്ങളും എന്നെ ജാൻ ഹോണായി മേരി പേசுறாரு. ദാറ്റ്സ് നോട്ട് മൈ മിസ്റ്റേക്ക്. നിങ്ങളുടെ ഫ്രണ്ട് തോമസ് കുട്ടി എന്നെ ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടില്ല. ഫ്രണ്ട്സ് ആവുമ്പോ ഓപ്പൺ ആയിരിക്കണം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയണം. അയാള് പറഞ്ഞില്ല. അതാ എന്താ പറയേണ്ടത്? എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? യെസ്, അതാണ് ഒരു പഴയ കാര്യം. ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. കുറെ കൊല്ലം പിന്നിലേക്ക്. അന്ന് ഹരിഹർ നഗറിൽ നിന്നും ഒരു വലിയ നിധിയുമായി നിങ്ങൾ ഓടി. എങ്ങോട്ട്? ആ നിധി നിങ്ങൾ ഒളിച്ചു വെച്ചു. ஒளிச்சுலாம் இல்ல, செலவே பண்ணிருப்பாங்க. இல்ல எனக்கு தெரிஞ்சு யூஸ் பண்ண மாதிரி தெரியல. അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ തോമസ് കുട്ടിയെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാം. അതിപ്പോ എവിടെയുണ്ട്? അത് അന്നേ ഞങ്ങൾ പങ്കിട്ടെടുത്തു. അതൊക്കെ ചെലവായി തീരുകയും ചെയ്തു. അതെ, ഓക്കെ இல்ல. ശരി, ഓക്കെ. വർഷങ്ങൾ കുറെ ആയില്ലേ. കുറെയൊക്കെ ചിലപ്പോ നിങ്ങളും മറന്നിട്ടുണ്ടാവും. സാരമില്ല. ആ ഫ്ലാഷ് ബാക്കിന്റെ ആദ്യത്തെ കുറെ ഭാഗം ഞാൻ തന്നെ പറയാം. അന്ന് രാത്രി ആ നിധിയുമായി നിങ്ങൾ ഒരു യോഗം കൂടി. അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ഒരു ചെറിയ മീറ്റിംഗ്. മഹാദേവ, ഇത് നമുക്ക് 4 ആയിട്ട് പങ്കുവച്ചാലോ? വേണ്ടടാ, നമുക്കിത് അവകാശപ്പെട്ടതല്ല. ഈ ചോരയുടെ മണമുള്ള സ്വത്ത് നമുക്ക് വേണ്ടടാ. അത് ശരിയാവില്ല. ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള ആശയങ്ങൾ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് ഞാൻ എടുത്തോളാം. ഓരോ തരത്തിലുള്ള അഭിപ്രായങ്ങൾ. ഒടുക്കം തീരുമാനിച്ചു, എന്നെങ്കിലും ഒരു അവകാശം വരുമ്പോൾ അത് തിരിച്ചേൽപ്പിക്കാനും അതുവരെ എവിടെയെങ്കിലും ഭദ്രമായി സൂക്ഷിക്കാനും യൂണിവേഴ്സൽ ബാങ്കിന്റെ ലോക്കറിൽ, കോമ്പിനേഷൻ നമ്പർ സേഫ് ലോക്കറിൽ 8 നമ്പറുകളിൽ ലോക്ക് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ ലോക്കർ. ഓരോരുത്തർക്കും രഹസ്യമായി അറിയാവുന്ന ഈ 2 നമ്പറുകൾ. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നല്ലേ? ശരീരവിക്ലിയായപ്പോ തോമസ് കുട്ടി അറിയാതെ പറഞ്ഞു പോയതാ. 2424 തോമസ് കുട്ടിയുടെ നിങ്ങൾക്ക് പോലും അറിയാത്ത കോഡ് നമ്പർ. 8 അക്കങ്ങളിൽ അവസാനത്തെ 2 അക്കങ്ങളാണിത്. ഇപ്പൊ 6 ഡിജിറ്റ് വേണം. നിങ്ങളുടെ 3 പേരുടെ 6 അക്കങ്ങളേതാ? അതെനിക്ക് വേണം. പറയ. അത് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടുകാരനെയും കൂട്ടിക്കൊണ്ട് നിങ്ങൾ എന്റെ നമ്പർ ഞാൻ മറന്നുപോകും. ഡയറി കുറിച്ച് വെച്ചു. ആ ഡയറി എവിടെ? അത് വേറെ ആരുടെയും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാൻ അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. நேரம் இவரு பேசுனதுலயே இப்ப பண்ண ஆன்சர் தான் மாஸ் ஆன்சர். നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഒക്കെ ശരിയാ. പക്ഷെ യഥാർത്ഥ അവകാശം വരാതെ ഞങ്ങളത് പറയില്ല. ആർക്കും ഞങ്ങളത് കൊടുക്കുകയില്ല. யார் யதார்த்த அவகாசி? അതാ ശരി. അതിന്റെ യഥാർത്ഥ അവകാശി വരാതെ അത് കൊടുക്കരുത്. അതിന് ഇവിടെ ഒരു അവകാശി ഉണ്ടെങ്കിലോ? ഒരു യഥാർത്ഥ അവകാശി വരൂ, കാണിച്ചു തരാം. மாயாவா? ஒரிஜினல் மாயாவா? பாப்பா. ஓகே, ஹோனாய். மேபி. பாப்பா. சிலிண்டர் வெடிச்சு ஒரு சாகல. அவர்தான் அந்த மூஞ்சில தீ பறந்த மாதிரி இருந்திருக்காரு ஸ்டார்டிங்ல மாயா வீட்ல. could be. ഇതാ അന്ന് ഞാൻ അപ്പുക്കുട്ടനൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ പപ്പായെ? ക്രിസ്റ്റീനയുടെ വീട്ടിൽ വെച്ച്.
സോറി, ഐ മീൻ നിങ്ങളുടെ മായയുടെ വീട്ടിൽ വെച്ച് അവൾ എന്റെ സിസ്റ്റർ. സിസ്റ്റർ അപ്പുക്കുട്ടന് മാത്രമല്ല നിങ്ങൾക്കും പരിചയമുണ്ട് പപ്പായ. ഹോനായി ജോൺ ഹോണായ. പപ്പാ സോറി, വെളിച്ചം പപ്പായ്ക്ക് ബുദ്ധിമുട്ടാണ്. പ്ലീസ്. ചേട്ടാ പപ്പ ഇന്നുവരെ ആരുടെ മുന്നിൽ തോറ്റിട്ടില്ല. ഉള്ളറ്റം വരെ കത്തിക്കഴിഞ്ഞിട്ടും മരണത്തിന്റെ മുന്നിൽ പോലും പപ്പ തോറ്റു കൊടുത്തില്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ തൊലി പുറത്ത വേവും നോക്കും കെട്ടടങ്ങിയെങ്കിലും ഉള്ളിലെത്തി ഇപ്പോഴും പറയാ. അതിന്റെ അവകാശം നേരിട്ട് കണ്ടില്ലേ? ലാവയിൽ വെന്തുരുക്കി ചാവണ്ടെങ്കിൽ പറയോ? പറയില്ല. വേറെ വേണ്ടി തന്നെ നീ എന്തൊക്കെ ചെയ്താലും ഞങ്ങൾ ഒന്നും പറയില്ല. അവനെ മാത്രമല്ല, എന്നാലും ഞങ്ങൾ പറയില്ല. അതാണ് എനിക്ക് ഇടിക്കുന്നത്. ട്രിബ്യൂട്ട് ഫ്രം മായവാ. ഏതോ ഇടിക്കുന്നത് ഇവங்களுக்கு தெரியாதோ. ഒരു രാത്രി, ഇന്നൊരു രാത്രി കൂടെ നിങ്ങൾക്ക് സമയം തരും. കുറെ പണമാണോ സ്വന്തം കൂട്ടുകാരന്റെ ജീവനാണോ വലുതെന്ന് തീരുമാനിക്കാനുള്ള അവസാന സമയം. വെരി ബാഡ് ഡെസിഷൻ. செலவு பண்ணிட்டாங்களா? இல்ல வாய்ப்பு இல்ல. இங்கதான் வச்சிருக்கேன்டாங்கல்ல. அப்படியே சொல்ல மாட்டேன்னு நினைக்கிறாங்க. அதான் தெரியல. அவ்வளோலாம் இல்ல மாயாவுக்கு, ஒரிജിനൽ മായാവുക്ക്. നമുക്ക് ആ പണം വേണ്ട, എല്ലാം പറഞ്ഞു കൊടുത്തേക്കാം. അതെടാ, പണത്തെക്കാളൊക്കെ നമുക്ക് വലുതല്ല ഇവന്റെ ജീവൻ, നമ്മുടെ ജീവൻ. നമുക്കത് കൊടുത്തേക്കാം. ഒക്കെ തിരിച്ചു കൊടുത്താ നമുക്ക് നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഇപ്പൊ നമ്മളെ ഉപദ്രവിക്കുമായിരിക്കും, പക്ഷെ ഒന്നുറപ്പുണ്ട്, കൊല്ലില്ല. കാരണം അയാൾക്ക് ആ പണം വേണം. നമ്മളിനി എന്താടാ ചെയ്യാ? വരട്ടെ, വെളുക്കുന്നവരെ സമയമുണ്ട്. ഒരു വെളിച്ചം കടന്നു വരാതിരിക്കില്ല. അവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലടാ. അതെന്താ അവൻ നമ്മളെ ഒന്നും ചെയ്യാഞ്ഞത്? അവൻ നമ്മളെ ഒന്നും ചെയ്യാത്തതാണോ നിന്റെ വിഷമം? നമ്മളെ ഒന്നും ചെയ്യാത്തതിൽ അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടാവോ? ഇത് ലെജിറ്റ് പ്ലാൻ பண்ணனும். മായ ക്രിസ്റ്റീന ഇത് ട്രാപ്പ്. സ്വപ്നത്തില് നമ്പർ சொல்லிட்டு ഞാൻ പറഞ്ഞില്ല. ഓഹോ, രഹസ്യം സൂക്ഷിച്ചതാണ് ഇപ്പൊ കേട്ടത്. നല്ല ലക്കി നമ്പർ 13. അവന്മാര് പൂട്ടിയിടുന്ന് മുൻകൂട്ടി കണ്ടിട്ട് അവൻ താക്കോലും എടുത്തിട്ടാണ് വന്നതല്ലേ? ദൈവത്തെ പോലെ ആരോ കൊണ്ട് തന്നാണിത്. അല്ലെങ്കിൽ ഇതൊരു കെണി, മരണത്തിലേക്കുള്ള കെണി. എന്തു വേണം? പോണോ അതോ? പോകാം, നമുക്ക് നല്ലതിൽ വിശ്വസിക്കാം. നമുക്ക് പോവാടാ. ഇവിടെ കിടന്ന് അടികൊള്ളുന്നത് ഭേദം അതാ. ഇനി പതിയെ തുറക്ക്, പതിയെ തുറക്ക്. എഞ്ചിനീയറിംഗിന് പഠിച്ചതിന്റെ ഗുണം കണ്ടോ? ഇതൊക്കെയാണ് അവിടെ പഠിപ്പിക്കുന്നല്ലേ? ഏതോ ഇருக்கு. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വഴി തെറ്റിയാൽ ആ പമ്പ് ഹൗസിന്റെ അടുത്തുള്ള റിസർവോയറിന്റെ താഴെ ഒത്തി നീ കൂടെ നിന്നാ മതി. നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും കാണാൻ പറ്റില്ല. ആലോചിക്കണമായിരുന്നു. വാ, ഞാൻ ഡ്രമ്മെ തട്ടി വീഴണ്ട. എവിടെ ശബ്ദം ഉണ്ടാക്കില്ലടാ കഴുത. ഞാനല്ല, ഡ്രമ്മ ശബ്ദം ഉണ്ടാക്കിയത്. அதான் ஏதோ இருக்கு. மறுபடியும் ஒரு பேண்ட் உருவ போறாங்க. ഞാൻ ചാടിയിട്ടില്ല. ഇവിടെ നല്ല താഴ്ചയുണ്ടോ? പേടിക്കുന്ന ചാടാ. ഇത് താഴേക്ക് എത്തുന്നില്ലല്ലോ. ഒരുപാട് താഴ്ച ഉണ്ടോ? ഷർട്ട് പറിച്ച് വന്നിട്ട് ചാടാൻ. എന്താ എന്റെ ഷർട്ട്? അയ്യോ പോലീസ് രക്ഷപ്പെട്ടു സാറേ. இதே சம்பவம் ஃபர்ஸ்ட் பார்ட்ல நடக்கும்ல, அவங்க கேங்க இவங்க போடுவாங்க. இப்ப போலீஸ் இவங்களும் மோத போறாங்களா? മ്യൂസിക് പറ. അമ്മാരെ കാണുന്നില്ലല്ലോ. വരട്ടെ, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഹലോ, ആരാ? സാറേ, എനിക്ക് ലിവർ സിറോസിന്റെ പേരിൽ ട്രീറ്റ്മെന്റിന് ഫിനാൻഷ്യലായിട്ട് ഹെൽപ്പ് ചെയ്യോ? സാറേ, എവിടെ വരണം? നേരത്തെ പറയണം. ടൂറിസ്റ്റ് സീസൺ ആയതിന്റെ പേരിൽ എനിക്ക് കുറെ പണിയുള്ളതാ. Where should I come? Tell me. നിന്റെ മറ്റവളെ എടുത്തു കൂടാ പുല്ലേ. இவர் ஏதாவது யூஸ் பண்ணலாம் அவரை இந்த டைம்ல. മ്യൂസിയം പുള്ളിക്കാരൻ അവിടെയാണ് പരിപാടി. മിണ്ടി പോകരുത്, കളോട് വേഷം കെട്ടണ പണി അടിച്ചാ കൊന്നത്.
അപ്പുകുട്ടി മുടിഞ്ചു ജോലി. അവനെ പിടിച്ചു, അവരുടെ ആൾക്കാർ അവനെ പിടിച്ചോണ്ട് പോയി. ഞാൻ നോക്കിയതാ, പറ്റിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ ഫ്രണ്ട് എസ് ഐ രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചാലോ? വേണ്ട, അവരുടെ സ്ഥലം നമ്മൾ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവരവിടെ മാറിക്കാണും. ഇപ്പൊ നമ്മൾ പോലീസിനെ അറിയിച്ച ചിലപ്പോ അത് അപ്പുക്കുട്ടന്റെ ജീവന് തന്നെ അപകടമാവും. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഇവര്. നീ മായയെ വിളിക്ക്. എന്തിനാ? അയാൾ പറഞ്ഞത് നീയും കേട്ടതല്ലേ? അയാളും അവളും എല്ലാവരും ചേർന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു. ശരിയാ, അവളെ വെച്ച് ബേരം പേസലാം. അവള് നമ്മുടെ കൂട്ടത്തിൽ കൂടി നമ്മളെ ചതിക്കുകയായിരുന്നു. ശരിയാ, പക്ഷെ എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആ താക്കോൽ കൂട്ടം അവിടെ എത്തിച്ചെന്ന അവളാണ്. അതിന് നീ അവളെ വിളിക്ക്, എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ പറ്റും. அந்த கீ போட்டது ஏன்? എന്താ എന്താ ഉണ്ടായേ? നീ എന്താടി കരുതിയത് ഞങ്ങളൊക്കെ വെറും മണുങ്കൂസന്മാരാണെന്നും ചന്തം കാണിച്ച് മയക്കി നിന്റെ തന്തയുടെയും ആ തെണ്ടിയുടെയും മുമ്പിൽ കൊണ്ടിട്ട് കൊടുത്ത അവന്മാരെ കണ്ടു പേടിച്ച് ഞങ്ങളുടെയൊക്കെ ജീവന് വേണ്ടി കാല് പിടിച്ച് കെഞ്ചു വന്നു? വേണ്ട, വേറെ ഒന്നും നീ പറയണ്ട. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നീയല്ലേ ആ താക്കോൽ ഞങ്ങൾക്ക് അവിടെ എത്തിച്ചെന്നത്? എന്തിനു വേണ്ടിയായിരുന്നു ഞങ്ങൾ പുറത്തു വരാൻ നീ ആഗ്രഹിച്ചത്? എന്താ നിന്റെയും നിന്റെ ആൾക്കാരുടെ അടുത്ത പ്ലാൻ? ഇതിനൊക്കെ നീ മറുപടി പറയണം. ജീവനോടെ പോവില്ല. എന്തിനാ ഇപ്പൊ ഈ പുതിയ നാടകം? പറയാം. നിങ്ങൾ പറഞ്ഞത് ശരിയാ, ഇതൊരു നാടകം തന്നെയാ. ഞാൻ ഈ നാടകത്തിലെ ഒരു നടിയാ. പ്രതിഫലത്തിന് വേണ്ടി മാത്രം അഭിനയിക്കുന്ന ഒരു നടി. ഈ നാടകത്തിൽ എന്റെ വേഷം മാത്രമാ ഈ ക്രിസ്റ്റീന ഹോനായി. അല്ലാതെ ഞാൻ അയാളുടെ സിസ്റ്ററും അല്ല, ആ ഹോനായി എന്റെ പപ്പയും അല്ല. എനിക്കിതിൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? എന്റെ ഭർത്താവിന്റെ ജീവൻ. അതെ, ഞാനൊരു ഭാര്യയാണ്. ഇതാണ് ശ്യാം സുന്ദർ. ബോംബെയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഡാൻസറാണ്. അവരുടെ ട്രൂപ്പിൽ ചേർന്നപ്പോഴാണ് ഞാൻ ശ്യാമിനെ പരിചയപ്പെടുന്നത്. அவர் இந்த டைம்ல தமிழ்நாட்டுல பயங்கரமான ஹீரோ அவரு. പ്രോഗ്രാമുകൾക്കായി പല രാജ്യങ്ങളും സഞ്ചരിക്കുമ്പോൾ ഞാൻ അറിയാതെ ചില സ്മഗ്ലേഴ്സിന്റെ കാരിയറായി ശ്യാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. എന്താ പോകുന്നില്ലേ? ഞാൻ അതേ പറ്റി ചോദിച്ചപ്പോ ഒരിക്കലും അത് ആവർത്തിക്കില്ലെന്ന് ശ്യാം എന്നോട് പ്രതിജ്ഞ ചെയ്തു. എന്നിട്ടും ഞാൻ അറിയാതെ ആ ഫ്രെഡി ഏൽപ്പിച്ച ഏതോ ഒരു വലിയ കൺസൈൻമെന്റ് വീണ്ടും ശ്യാം ഏറ്റെടുത്തു. മഹാരാഷ്ട്രയിലെ ഭയങ്കര ഫേമസ് അത്. സെയിം അതേ സെറ്റപ്പ് ഫസ്റ്റ് പാർട്ടിൽ. വൈറ്റ് റൂം ടോർച്ചറാ? എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. നിനക്കറിയില്ല, പക്ഷെ എനിക്കറിയാം നിന്നെ കൊണ്ട് എങ്ങനെ അത് പറയിക്കണമെന്ന്. സാവന്ത്, സാവന്ത്, തല വേണ്ട. ഡാൻസർ അല്ലേ, ഡാൻസർ. കാല്. വെട്ടിയിട്ടാங்களா? അതുകൊണ്ടൊന്നും അയാളുടെ പക തീർന്നില്ല. അപ്പോ എന്താ നിന്റെ പരിപാടി? എനിക്കിനി എന്താ ചെയ്യാൻ പറ്റുക? അയ്യോ പാവം, നീ ഒന്നും ചെയ്യണ്ട. നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് ചെയ്യാലോ. ഒരയ്ക്കുന്നോടാ നീ. എനിക്കറിയാം എന്ത് ചെയ്യിക്കണമെന്ന്. അന്നു മുതൽ 10 ദിവസം അതിനുള്ളിൽ നിങ്ങളെ പരിചയപ്പെട്ട് നിങ്ങളെ അവിടെ കൊണ്ടെത്തിക്കുക, അതായിരുന്നു എന്നെ ഏൽപ്പിച്ച ജോലി. നിങ്ങളുടെയൊക്കെ കണക്ക് കൂട്ടാൽ ശരിയായിരുന്നു. നിങ്ങളുടെ ലോക്കറിന്റെ കോഡ് നമ്പർ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, അയാൾക്ക് ആ സ്വത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ നിമിഷം അയാൾ നിങ്ങളെ കൊല്ലുമായിരുന്നു. ഇനി ഞാൻ ഇതിന് കൂട്ടി നിൽക്കില്ല. എനിക്കറിയാം ശ്യാമിനെ അവര് കൊല്ലും. കൊന്നോട്ടെ, എന്നെയും കൊല്ലട്ടെ. എന്നാലും ഞാൻ ഇനി ഇതിന് കൂട്ടി നിൽക്കില്ല. കരയണ്ട, ഒന്നും സംഭവിക്കില്ല. Boys gangs back. മായ പൊയ്ക്കോളൂ. என்னடா மூவி ஸ்டார்ட் ஆகுது. ഹലോ. ஓகே, பார்ட் 3 ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம். பை பை.